Do not store dreams in your eyes. They may roll down with the tears. Store them in your heart. Each heartbeat will inspire you to fulfill them. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു കോട്ടാണ്. ആരുടെയാണ് എന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മനോഹരമായ ചിന്തയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കണ്ണിൽ നമ്മൾ സൂക്ഷിച്ചാൽ അത് കണ്ണുനീരായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. നമുക്കൊരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈ തിരമാല വന്ന് തീരത്ത് തല്ലിത്തകർന്നതുപോലെ അതെല്ലാം തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ ആരൊക്കെയോ തകർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ അതെല്ലാം തീർന്നുപോയി, ശിഥിലമായിപ്പോയി എന്നൊക്കെയുള്ള ആ വേദനകളുടെ ഒരു ഓർമ്മകൾ ഇങ്ങനെ കണ്ണിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണീര് പറ്റുന്നില്ല. നേരെ മറിച്ച് അവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഓരോ ഹൃദയം ഇടിപ്പും നമ്മളോട് പറയും, യെസ്, മുന്നോട്ടാണ് പോകുന്നത്, നമുക്കിനിയും സാധിക്കും, നമുക്കിനിയും സമയമുണ്ട്. എവറിത്തിങ് ഇസ് നോട്ട് ഓവർ, ദർ ഇസ് നോ എൻഡ്, ദേ വർ ഓൺലി ബെൻസ് ആൻഡ് ദേ വർ ഓൺലി മെൻ ടു ചലഞ്ചസ്. അതുകൊണ്ട് ഗോ ഫോർവേഡ്. ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഓരോ ഹൃദയം ഇടിപ്പും നമ്മളെ ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പഴയകാലത്തെ വാച്ച് അങ്ങനെയല്ലായിരുന്നു. പഴയകാലത്തെ വാച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ടിക്ക് ശബ്ദമായിരുന്നു ഓരോ മുന്നോട്ട് പോകുന്ന ഓരോ സെക്കൻഡും. ആ ടിക്ക് ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചതുകൊണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ബാറ്ററി വന്നോളൂ. വാച്ച് വൈൻഡ് ചെയ്ത് വെക്കുക, എനർജി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനർജി കൊടുക്കുമ്പോൾ അത് വാച്ച് ഓടിക്കൊണ്ടിരുന്നു. അതിന് വാച്ച് വൈൻഡ് ചെയ്യാന്ന് പറയും, ക്ലോക്ക് വൈൻഡ് ചെയ്യാന്ന് പറയും. അത് നിശ്ചിത സമയത്തേക്കാണ്. ആ സമയം കഴിയുമ്പോൾ പിന്നെയും നമ്മൾ വൈൻഡ് ചെയ്യും. കാരണം പിന്നെയും അതിന് മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്ത്, റീചാർജ് ചെയ്ത്, ഇൻസ്പയർ ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നാം ആവുന്ന ജീവിതം മുന്നോട്ട് പോകും. എന്ന് മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അംബിഷൻസ് നമ്മൾ എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് പക്ഷെ മുന്നോട്ട് പോകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹാർട്ട് ബീറ്റ്. തീർന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ കണ്ണുനീർ. അപ്പോൾ കണ്ണുനീരല്ല ജീവിതത്തിന് ആവശ്യം. നമുക്കാവശ്യം മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജമാണ്. ആ ഊർജ്ജം നാം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെ നാം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഊർജ്ജത്തിലൂടെ മുന്നോട്ട് കൊണ്ടാൽ നമുക്ക് കഴിയട്ടെ. വിജയം നമ്മൾ എത്തിപ്പിടിച്ചിരിക്കും. ഓർമ്മയുടെ കണ്ണുനീരല്ല, സ്വപ്നങ്ങളുടെ ആ വലിയ പ്രതീക്ഷ നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ. കഷ്ടപ്പാടുകൾ നമ്മെ തളർത്തുകയല്ല, നമ്മെ വളർത്തുകയാണ് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. കാരണം അവയെല്ലാം ഓരോ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അവയെല്ലാം നമ്മെ ചലഞ്ച് ചെയ്തു, നമ്മെ വെല്ലുവിളിച്ചു. യെസ്, ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ഐ എം ഗോയിങ് ഫോർവേഡ്. മുന്നോട്ടാണ് പോകുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും യെസ്, ഞാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു വെല്ലുവിളി അത് മനസ്സിൽ സൂക്ഷിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയമിടിപ്പ്. മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഏറ്റവും വലിയ ആ ഒരു ഊർജ്ജവും അത് തന്നെയായിരിക്കട്ടെ. നമുക്ക് തന്നെ നാം തന്നെ ഊർജ്ജം പകർന്ന് കൊടുത്തുകൊണ്ടിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.